ഈ കോൺഗ്രസ് നന്നാവൂ, നന്നാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് കേരളത്തിലെ വർത്തമാന പത്രങ്ങളെങ്കിലും എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവ വായിക്കുന്ന ഏതൊരു വായനക്കാരനും തോന്നുക. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഒരു AICC യോഗത്തിൻ്റെ പേരിലാണ് ഈ മലകയറ്റം. കോൺഗ്രസിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, അടിമുടി ഉടച്ചു വാർക്കും എന്നിങ്ങനെ പോകുന്നു വായ്ത്താരികൾ. മലയാളത്തിലെ രണ്ട് പ്രമുഖ പത്രങ്ങളായ മനോരമ, മാതൃഭൂമി എന്നിവയുടെ മുഖപ്രസംഗം പോലും അഹമ്മദാബാദ് AICC യോഗത്തെക്കുറിച്ചാണ്. നല്ലത് തന്നെ. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷി ശക്തിയാർജിക്കുന്നത് ജനാധിപത്യത്തിന് കരുത്ത് പകരും, വളരെ നല്ല കാര്യം. പക്ഷേ അങ്ങനെ കരുത്ത് പകരണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? കേന്ദ്ര ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പ് വേണം. ഫെഡറലിസത്തെ തകർക്കുന്ന, ജനാധിപത്യത്തെ തകർക്കുന്ന, മതനിരപേക്ഷതയെ തകർക്കുന്ന നവ ഫാസിസ്റ്റ് ശൈലിക്കെതിരായ പ്രക്ഷോഭം ആസൂത്രണം ചെയ്യണം. ഇതൊന്നും അഹമ്മദാബാദിൽ നിന്ന് കേട്ടില്ല. മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ യോഗം ചേർന്നത് പുലിമടയിൽ ചെന്ന് പുലിയെ പിടിക്കാനാണെന്നാണ് പറയുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ ഐഡിയയാണ് പോലും. പക്ഷെ ആ രണ്ട് പുലികളും ഇപ്പം ഡൽഹിയിലാണ്. ആ പുലികൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഫെഡറലിസത്തിനും മുകളിൽ ചവിട്ടി നിന്ന് താണ്ഡവമാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താണ്ഡവമാടി വഖഫ് ഭേദഗതി നിയമവും പാസാക്കി. രാഹുൽ ഗാന്ധി വാ തുറന്നില്ല. പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ചു. പ്രിയങ്ക മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം വിദേശത്തേക്ക് പോയതെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ തലേന്നാണ് പോയത്. യാത്ര ഒരു ദിവസം വൈകിയാലും ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ബില്ല് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതല്ലേ. എന്തുകൊണ്ട് CPM പാർട്ടി കോൺഗ്രസ് മാറ്റിയില്ല എന്ന് തലേന്ന് ചോദിച്ച അതേ നാവുകൊണ്ടാണ് KC വേണുഗോപാൽ അടുത്ത ദിവസം മലക്കം പറഞ്ഞ് പ്രതികരിച്ചത്. ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രശ്നം. പരസ്പര വിരുദ്ധമായ പ്രതികരണം, പച്ചക്കള്ളം പറയാനുള്ള സംഘികളുടെ അതേ തൊലിക്കട്ടി, പൊതുവിഷയങ്ങളിൽ ഇടപെടാനുള്ള നട്ടലില്ലായ്മ, അതല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഭരണകക്ഷി എടുക്കുന്ന നിലപാടുകളോടുള്ള സ്വരച്ചേർച്ച, അതായത് പുറമേ ശക്തമായ നിലപാട് എന്ന് തോന്നിച്ചുകൊണ്ടുള്ള ഒത്തുകളി. ഇത്തരം ഒത്തുകളിയും അഴകുഴമ്പൻ സമീപനവും കൊണ്ട് ഈ പാർട്ടി ശക്തിയാർജിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമല്ലേ? എങ്കിലും പുനഃസംഘടനയിലൂടെ കരുത്താർജിക്കുമെന്നാണല്ലോ പറയുന്നത്. അതെങ്കിലും നടക്കുമോ? അതിലേക്ക് വരും മുമ്പ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പറഞ്ഞ ഒരു വൈരുദ്ധ്യം കൂടി നോക്കാം. കോൺഗ്രസിലിരുന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ വിടില്ല എന്ന്. ഇതിപ്പോഴാണോ തോന്നുന്നത്? രാജസ്ഥാനിൽ BJPക്ക് ഒരു രാജ്യസഭാംഗത്തെ ദാനം ചെയ്തത് ഈ വേണുവും രാഹുലും ചേർന്ന് തന്നെയല്ലേ? പുലിമടയായ ഗുജറാത്തിൽ ഭരണത്തോട് അടുത്ത ഓരോ ഘട്ടത്തിലും നേതാക്കൾ കൂട്ടത്തോടെ BJP മടയിൽ കയറിപ്പോയപ്പോൾ എവിടെയായിരുന്നു? അവിടെ മാത്രം ഇന്ന് BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും ഇങ്ങനെയായിരുന്നില്ലേ? ലഭിച്ച ഭരണം പോലും മുഖ്യമന്ത്രി അടക്കം മറുകണ്ഠം ചാടി BJPയുടേതാക്കിയില്ലേ? ഇന്ന് ലോക്സഭയിലുള്ള BJP MPമാരിൽ 100-ലേറെ പേർ കോൺഗ്രസിൽ നിന്ന് പോയവരല്ലേ? എത്ര മുൻ കോൺഗ്രസ്സുകാരാണ് ഇന്ന് BJP മുഖ്യമന്ത്രിമാർ? അസമിലും ത്രിപുരയിലും മണിപ്പൂരിലും എല്ലാം അതല്ലേ കണ്ടത്? എത്ര കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJP പാളയത്തിലുണ്ട്? സാക്ഷാൽ AK ആന്റണിയുടെയും K കരുണാകരൻ്റെയും മക്കൾ എവിടെയാണ്? എന്തിനേറെ പറയുന്നു, K സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയതും ഇപ്പം മാറ്റാൻ ഭയക്കുന്നതും BJPയിലേക്ക് ചാടുവന്ന ഭീഷണി കാരണം മാത്രമല്ലേ? DCC പുനഃസംഘടനയെക്കുറിച്ച് പറയുന്നു. ഈ കേരളത്തിൽ പോലും DCC പ്രസിഡന്റുമാർ ഒഴിച്ചുള്ള മുഴുവൻ DCC ഭാരവാഹികളും 12 വർഷമായി തുടരുകയാണ്. ഇത്രയും കാലം പുനഃസംഘടന എന്തുകൊണ്ട് നടന്നില്ല? ഈ നേതാക്കളൊക്കെ എവിടെയായിരുന്നു? എങ്ങനെയായാലും മാധ്യമ പിന്തുണ ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഭാരവാഹികൾ എന്നാണ് നിലപാട്. ആ പാർട്ടി ഇവിടെയും വെറും ആൾക്കൂട്ടമല്ലേ? ഈ ആൾക്കൂട്ടത്തെ മഹത്വവൽക്കരിക്കുന്ന മാധ്യമ പ്രചാരണമല്ലേ കോൺഗ്രസിനെ ഇങ്ങനെ ആക്കിയത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന. തമ്മിലടിച്ചും പാര വെച്ചും കുതികാൽ വെട്ടിയും ഭരണം BJP താലത്തിൽ വെച്ചു കൊടുത്തു. അവിടുത്തെ കോൺഗ്രസിനെ കുറിച്ച് മനോരമ തന്നെ പറയുന്നത് നോക്കൂ. 2014 പിരിച്ചുവിട്ട ശേഷം സംസ്ഥാനത്ത് പിന്നീട് DCCകൾ ഉണ്ടായിട്ടില്ല. 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടും സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഭൂപീന്ദർ ഹൂഡ സംഘടനയെ കൈയടക്കിയെന്ന വിമർശനം പാർട്ടിക്കുള്ളിലെ എതിർചേരി ഉന്നയിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി. ഹൂഡ പക്ഷവും AICC ജനറൽ സെക്രട്ടറിമാരായ കുമാരി ഷെൽജ, രൺദീപ് സുർജേവാല എന്നിവരുടെ ഗ്രൂപ്പുകളും പദവിക്ക് വേണ്ടി ഇറങ്ങുന്ന സാഹചര്യം വെല്ലുവിളിയാണ്. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും 3 നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു കാലത്ത് തങ്ങളുടെ ശക്തി കേന്ദ്രമായ സംസ്ഥാനത്ത് ഒരു പാർട്ടി നേരിട്ടത് ജില്ലാ കമ്മിറ്റികൾ പോലും ഇല്ലാതെ എന്ന് പറയുമ്പോൾ സ്ഥിതി എത്ര ദയനീയമാണ്. ഇതുമല്ലല്ലോ, കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊന്നില്ലാതായിട്ട് പതിറ്റാണ്ടുകളായില്ലേ? ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെന്ന് അവകാശപ്പെടുകയും ബൂത്ത് പ്രസിഡന്റിനെ പോലും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന വിചിത്ര സംവിധാനം. ഈ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് പറയുന്നത്. കനകോലുമാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കുന്ന പാർട്ടി ഭാരവാഹികളെയും അങ്ങനെയാണ് നിർണ്ണയിക്കുക എന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത്യന്തം വിചിത്രമായ ഒരു സർക്കസ് കൂടാരം പോലെ നിൽക്കുന്ന ആ ഏച്ചുകെട്ടിനെയാണ് വെളുപ്പിക്കാൻ നോക്കുന്നത്. ഓർക്കുക, ഇത്തരം ഏച്ചുകെട്ടലുകൾ എന്നും മുഴച്ചു നിൽക്കുകയുള്ളൂ.